തൃശൂരിൽ കാർ പാറമടയിലേക്ക് വീണ് 3 പേർക്ക് ജീവൻ നഷ്ടമായി. ഇന്നലെ രാത്രി 10:30 അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് കാറിനുള്ളിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. ലിഷോയ് വിവരങ്ങൾ നൽകും. ലിഷോയ്, ദുഃഖകരമായ സംഭവമാണ്. എങ്ങനെയാണ് ഈ കാർ അപകടത്തിൽപ്പെട്ടത്? ആർക്കൊക്കെയാണ് ജീവൻ നഷ്ടമായത്? ഈ പറയുന്ന പാറമട അതുവഴി എന്തിനാണ് ഈ രാത്രി? അതുവഴി ഏതെങ്കിലും വീട്ടിലേക്കൊക്കെയുള്ള വഴിയാണോ? എങ്ങനെയാണ് ഇങ്ങനൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? അതായത് ഇത് വർഷങ്ങൾക്ക് മുൻപ് ഖനനം നടന്നിരുന്ന ഒരു മേഖലയാണ്. ഇവിടെ വളരെ വലിയ ആഴത്തിൽ ഖനനമെല്ലാം നടന്നിട്ടുണ്ട്. ഇവിടെ രണ്ട് വശത്തും, ഇത് ഒരു ചെറിയ റോഡാണ്, വീതി കുറഞ്ഞ റോഡാണ്. ഇവിടെ രണ്ട് വശത്തും ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഈ ഭാഗത്തു നിന്നും, അതായത് കൊമ്പിടിഞ്ഞാമാക്കൽ ഭാഗത്തു നിന്നും ഈ കാറിൽ ഈ സംഘം വരികയായിരുന്നു. ആ വരുന്നതിനിടയിലാണ് ഈ ഒരു ഭാഗത്ത് വെച്ചാണ് അപകടം ഉണ്ടായത്. അവിടെ നിന്നും കാറ് വരുന്നു. അതിനുശേഷം ഈ കൈവരിയിൽ നിയന്ത്രണം വിട്ടിടിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കൈവരിയിൽ ഇടിച്ച് കൈവരിയെല്ലാം തന്നെ ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കും, ഇതെല്ലാം തന്നെ ഒടിഞ്ഞിട്ടുണ്ട്. ഇത് നേരെ ഈ പാറമടയുടെ അകത്തേക്ക്, ഈ വെള്ളക്കെട്ടിനകത്തേക്ക് മറിയുകയായിരുന്നു. ഇത് ഒരുപാട് ആഴമുള്ള സ്ഥലമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. പക്ഷേ ഈ കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുക്കാൻ ഏകദേശം 12:30 ആ ഒരു സമയമായിട്ടുണ്ട്. പുത്തഞ്ചിറ സ്വദേശിയായ ശ്യാം, അതുപോലെ തന്നെ ടിറ്റോ, ജോർജ് എന്നീ 3 പേരാണ് മരിച്ചിരിക്കുന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നല്ല ആഴമുള്ള സ്ഥലമാണ്. അതെ, ഏകദേശം 105 അടിയോളം താഴ്ചയുള്ളൊരു കുളമാണ്. ഇതിന് ഞങ്ങൾ ചെറുപ്പം മുതലേ ഞങ്ങൾ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകം 2 സൈഡിൽ നമ്മൾ കൾവർട്ട് പോലെ കമ്പി ഇട്ടിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന്. അതല്ലാതെ വേറെ പ്രൊട്ടക്ഷനൊന്നുമില്ല. ഇന്നലെ എങ്ങനെയോ ദുരന്തം നാടിനെ നടക്കുന്ന ഒരു രീതിയിൽ നമുക്ക്. ഇതിപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ ഇത്ര ആളുണ്ടെന്ന് മനസ്സിലാവില്ലേ? നിങ്ങൾ നാട്ടുകാർ നേരത്തെ എങ്ങനെയായിരുന്നു ശരിക്കും? നേരത്തെ ഇങ്ങനെ കല്ലിങ്ങനെ പൊളിച്ച് നമ്മൾ കടൽ ഭിത്തിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയിരുന്നാണെന്ന് പറയുന്നത്, ഞങ്ങളുടെ കുട്ടിക്കാലം തുടങ്ങിയിട്ട്. അപ്പം അന്ന് തുടങ്ങിയിട്ട് ഇത് ചെറിയൊരു ഇതായിരുന്നു. പിന്നെ വലുതായി അവസാനം ലോറി കല്ല് കയറ്റി വലിക്കാതായപ്പോൾ ഇത് നിർത്തി. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായത്. പിന്നെ അതിന് ശേഷം അപകടങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ അടുത്തൊരു ആൾ, ഒരു തമിഴൻ, കുളിക്കാനിറങ്ങിയിട്ട് നീന്തി അവശതയായി താഴെ പോയി. അതിനുശേഷം പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പം ഇതൊരു വലിയൊരു ദുരന്തം, ഇതെല്ലാം നാടിന് നടക്കുന്ന രീതിയിലുള്ളൊരു ദുരന്തം നമുക്ക് എല്ലാവർക്കും വളരെ പ്രയാസകരമായിട്ടുള്ളൊരു സംഭവമാണ് നടന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ രാത്രിയിലത്തെ വരവിൻ്റെ ഒരു പ്രത്യേകത ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അത്രേ അറിയുള്ളൂ. തീർച്ചയായും ഈ മരിച്ചവരെല്ലാവരും തന്നെ ഈ പ്രദേശത്തുള്ളവരാണ്. അവർക്ക് ഈ വഴിയെല്ലാം തന്നെ നന്നായി അറിയാവുന്ന ആളുകളുമാണ്. അപ്പോൾ എങ്ങനെയാണ് അപകടം ഉണ്ടായിരുന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തതയില്ല. ഈ മരിച്ചവർ ഈ ഭാഗത്ത് തന്നെയുള്ളവർ, ഇവരൊക്കെ സുഹൃത്തുക്കളാണ്? അവർ സുഹൃത്തുക്കളാണ്, ഇവിടെ അടുത്ത് തന്നെയുള്ളവരാണ്. ഒന്ന് കൊമ്പടി, പിന്നെ വീർക്കാടിശ്ശേരി, പിന്നെ പുത്തഞ്ചിറ. അപ്പം അങ്ങനെ മൂന്ന് പേര് ഈ ഭാഗത്തൊക്കെ ഈ വഴിയൊക്കെ അറിയുന്നവരാണ്. ശ്യാമൊക്കെ വളരെ സോഷ്യൽ ആക്റ്റീവായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരാളാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ വന്ന് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ് ശ്യാം. എനിക്ക് തോന്നുന്നു ഇവിടെ പെരുന്നാളായിരുന്നു, അമ്പായിരുന്നു. അപ്പം ടിറ്റോനെ കൊണ്ടാക്കാൻ പോയതാണ്. ടിറ്റോൻ്റെ വീട് ഇതിലാണ്ട് പൂമളാണ്. ടിറ്റോനെ കൊണ്ടാക്കാൻ വേണ്ടി പോയപ്പോൾ സംഭവിച്ചതെന്നാണ് അറിഞ്ഞത്. ഈ ടിറ്റോ എന്ന് പറയുന്ന വ്യക്തി വിദേശത്ത് നിന്ന് ഈ ഒരു പെരുന്നാളെല്ലാം തന്നെ ആയതിനാൽ തന്നെ വന്നതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ ഒരു സ്ഥലത്ത് ഇപ്പോഴും ഈ വെള്ളത്തിനടിയിൽ കാറ് കിടക്കുന്നുണ്ട്. കാർ ഇതുവരേക്കും ഉയർത്തിയിട്ടില്ല. ശ്യാം എന്ന് പറയുന്ന മരിച്ച വ്യക്തിയുടെ കാറാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത്. ഇതുവരേക്കും കാർ ഉയർത്തിയിട്ടില്ല. ഇന്നലെ ആദ്യം ആളൂരിൽ നിന്ന് ഫയർഫോഴ്സ്, മാളയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തി. അതിനുശേഷം ഈ കാർ കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് പിന്നീട് വീണ്ടും ചാലക്കുടിയിൽ നിന്ന് സ്കൂബ സംഘം എത്തിയാണ് ഈ കാറിനകത്ത് നിന്ന് ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഏകദേശം 10:30 അപകടം നടന്ന് 12:30 ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ ദുരന്തമാണ്. ശ്യാം, ജോർജ്, ടിറ്റോ എന്നീ 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. തൃശ്ശൂർ വരദനാടാണ് ഇങ്ങനെ നാടിനെ തന്നെ നടുക്കിയ അപകടമുണ്ടായത്.